കൊളംബിയയിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായിരിക്കുന്നു. 26 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ പടിഞ്ഞാറ് ചോക്കോ മേഖലയിലെ സാൻജോസ് ഡെൽ പാൽമറാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. അയൽ രാജ്യങ്ങളായ വെനസ്വേലയിലും പനാമയിലും ഇക്വഡോറിലും ഭൂചലനമുണ്ടായി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശ്രീജ ആശിഷ് ചേരുന്നുണ്ട്. ശ്രീജ, ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്ത് വന്നത് എന്നുള്ളതാണ്. 26 പേരാണ് മരിച്ചിട്ടുള്ളത്, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ശ്രീജ? ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം ഈ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെ? അശ്വതി പറഞ്ഞതുപോലെ 7.4 തീവ്രതയുള്ള ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു ഭൂചലനം തന്നെയാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടത്. കൊളംബിയ പലപ്പോഴായി ഇത്തരം ഭൂചലനം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ഇത്തവണ വെനസ്വേലയിലും ഇക്വഡോറിലും പനമയിലും അടക്കം ഭൂചലനത്തിൻ്റെ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദൃശ്യങ്ങളിൽ പോലും ഇതിൻ്റെ ഒരു തീവ്രത വ്യക്തമാണ്. പല വലിയ കെട്ടിടങ്ങളും ഒന്നാകെ നിലംപതിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പല ആളുകളും നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുന്ന ദുരന്തപൂർണമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ പുറം ലോകം ഈ ഒരു വാർത്ത അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മരണം സംബന്ധിച്ച കണക്കുകളിലൊന്നും ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല. പല ചാനലുകളും വിദേശ ചാനലുകളും പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അൽ ജസീറയുടെ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ 47 പേർ മരിച്ചു എന്നുള്ളൊരു കണക്കാണ് അവർ പുറത്തുവിടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്കുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊന്നും വിശദീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പല അയൽ രാജ്യങ്ങളുമൊക്കെ സഹായം നൽകിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്വഡോർ അടക്കം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വെനസ്വേലയിൽ ഇരട്ട ഭൂചലനത്തിൽ അത് കഴിഞ്ഞ 2 മാസമായിട്ടേ ഉള്ളൂ 6000-ലധികം ആളുകൾ മരിച്ച ശേഷമാണ് ഇപ്പോൾ കൊളംബിയയിൽ ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയൊരു ആശങ്കയിൽ തന്നെയാണ്. തുടർചലനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക ഇല്ലാതില്ല. എങ്കിൽ പോലും ഭൂകമ്പം ഉണ്ടെങ്കിൽ കൂടി സുനാമി സാധ്യത ഇല്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആ ഒരു ആശ്വാസവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അശ്വതി.